അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കമാകുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. അതിന്റെ എല്ലാം തുടക്കം പൈലിംഗ് വർക്കുകളുടെ നിർമ്മാണ ഉദ്ഘാടനത്തോടു കൂടിയാണ്. ആ ചടങ്ങിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. The Honorable Chief Minister of Kerala, Shri Pinarayi Vijayan, has switched on the piling works for capacity augmentation at the container berth second phase expansion area of Vizhinjam International Seaport. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഒപ്പം മറ്റ് വിശിഷ്ടാതിഥികളും ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ ഈ വേദിയിലേക്ക് എത്തുന്നതാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ തുടർഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനത്തിൻ്റെ ഔപചാരികമായ ചടങ്ങുകൾ ഈ വേദിയിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആരംഭിക്കുകയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസന വിസ്മയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായിരിക്കുന്നത്. SP ശ്രീനന്ദ ചേരുന്നു വിവരങ്ങളുമായി. ശ്രീനന്ദ, പറയൂ. സമയം മുൻപാണ് അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം സ്വിച്ച് ഓൺ ഗവൺമെന്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത്. അദ്ദേഹത്തോടൊപ്പം തുറമുഖ വകുപ്പ് മന്ത്രി അധ്യക്ഷത വഹിക്കുന്ന കേന്ദ്രമന്ത്രിയായ ഷിപ്പിംഗ് ആൻഡ് വാട്ടർ സർബാനന്ദ് സോനോവാൾ അടക്കം നിരവധി പ്രമുഖർ പങ്കെടുക്കുകയുണ്ടായി. അതുപോലെ ചടങ്ങിൽ അദാനി ഗ്രൂപ്പ് MD കരൺ അദാനി, സംസ്ഥാന മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ അടക്കം നിരവധി പ്രമുഖർ ഇപ്പോൾ പങ്കെടുക്കുന്നു. ഇപ്പോൾ ഈ മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ മുഖ്യാതിഥിയും എല്ലാവരും കൂടി സ്റ്റേജിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇതിന് ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെന്റ് ഹബ് ആക്കാനുള്ള ഒരു ലക്ഷ്യമായാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം ആരംഭിക്കുന്നത്. 2, 3, 4 ഘട്ടത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്നിപ്പോൾ നടക്കുന്നത്. 3 കിലോമീറ്റർ പുലിമുട്ട് 4 കിലോമീറ്ററിലേക്ക് നീട്ടാനുള്ള പദ്ധതികളും അതുപോലെ മറ്റ് നിലവിലെ 800 മീറ്റർ ബർത്ത് 2000 മീറ്റർ ആക്കാനുമുള്ള നിരവധി പദ്ധതികളാണ് ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുന്നത്. ആദ്യം പറഞ്ഞിരുന്നത് 2045 ഈ രണ്ടാം ഘട്ടം പൂർത്തിയാകുമെന്നാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞതനുസരിച്ച് 2028 തന്നെ ഈ ഒരു വിഴിഞ്ഞത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ പറഞ്ഞതിൽ നിന്ന് 15 വർഷം മാറി അതിന് മുൻപ് തന്നെ ഈ ഒരു വിഴിഞ്ഞം എന്ന് പറയുന്ന അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാകും, ജനങ്ങൾക്ക് തുറന്നു നൽകും എന്നൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരേ സമയം 4 കൂട്ടം മദർഷിപ്പുകൾ വർക്ക് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലായിരിക്കും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഉണ്ടാവുക. രണ്ടാം ഘട്ടം പൂർത്തിയാകുമ്പോൾ തുറമുഖത്ത് കണ്ടെയ്നറുകൾ എത്തിക്കാനും അതുപോലെ കയറ്റുമതി ചെയ്യാനുമുള്ള സംവിധാനമില്ല. അതുപോലെ റോഡ് മാർഗമുള്ള കണ്ടെയ്നർ നീക്കം ചെയ്യാനും സാധ്യമാകും. ക്രൂസ് ടെർമിനൽ കൂടി വരുന്നതോടെ വൻകിട യാത്രാ കപ്പലുകൾ വിഴിഞ്ഞത്ത് അവർക്ക് നങ്കൂരമിടാൻ സാധിക്കും. ലിക്വിഡ് ടെർമിനൽ പൂർത്തിയാകുന്നതോടെ വൻ കപ്പലുകൾക്ക് ദീർഘദൂര യാത്രകളിൽ ഇന്ധനം നിറയ്ക്കാനുള്ള ഒരു സൗകര്യം അവർക്ക് ഇവിടേക്ക് എത്തിച്ചേരാനുള്ള സൗകര്യം ഒരുക്കാനുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഇത് സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം കൃത്യമായി വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അല്പസമയം മുൻപായിരുന്നു ഈ സ്വിച്ച് ഓൺ ഗവൺമെന്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത്. കേന്ദ്രമന്ത്രി അടക്കമുള്ളവർ ഇപ്പോൾ ഈ വേദിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങളിലേക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അല്പസമയത്തോടു കൂടി തന്നെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വിശിഷ്ട അതിഥിയായിട്ടുള്ള കേന്ദ്രമന്ത്രി തുറമുഖ കേന്ദ്രമന്ത്രിയായ സർബാനന്ദ് സോനോവാൾ അടക്കം മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ചടങ്ങിന്റെ മറ്റ് കാര്യക്രമങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൃത്യമായി തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി ഈ ഒരു വികസനം എപ്പോൾ സാധ്യമാകും അല്ലെങ്കിൽ എത്ര വർഷം കൊണ്ട് ഇത് പൂർത്തിയാകുമെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇന്നിവിടെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. ഏതായാലും നികുതി വരുമാനത്തിന് നല്ലൊരു വർധനവിധങ്ങൾ സംസ്ഥാന സർക്കാരിന് ഇതിൽ നിന്ന് ലഭ്യമാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി ശ്രീനന്ദ, നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് തുടക്കമായിരിക്കുന്നത്. പ്രവർത്തനങ്ങളുടെ രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഇന്ന് നടക്കുമ്പോൾ
പൈലിംഗ് വർക്കിൻ്റെ സ്വിച്ചിങ് ഓൺ സെറമണിയാണ്. ആ ചടങ്ങാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ നിർവഹിച്ചത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. കണ്ടെയ്നർ ബർത്തിൻ്റെ രണ്ടാം ഘട്ട എക്സ്പാൻഷൻ നടക്കുന്ന ആ ഒരു പ്രദേശത്താണ് മുഖ്യമന്ത്രി എത്തിയതും സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചതും. The Honorable Chief Minister of Kerala, Shri Pinarayi Vijayan, along with our chief guest, Shri Sarbananda Sonowal ji, Honorable Union Minister for Ports, Shipping and Waterways, with the other respected ministers and guests are ready to now take stage. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും നമ്മുടെ മുഖ്യാതിഥിയും മറ്റ് വിശിഷ്ട വ്യക്തികളും ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ ഈ വേദിയിലേക്ക് എത്തുകയാണ്. അതോടുകൂടി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ തുടർഘട്ട വികസന നിർമ്മാണ ഉദ്ഘാടന ചടങ്ങ് ഈ വേദിയിൽ സമാരംഭിക്കുകയാണ്. പൊതുപ്രവർത്തന രംഗത്തു നിന്നുള്ള, സാമൂഹ്യ സാംസ്കാരിക രംഗത്തു നിന്നുള്ള നിരവധി പ്രമുഖർ, നേതാക്കൾ ഇന്നിവിടെ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. ഏവരും വേദിയിലേക്ക് എത്തുന്നു. സാന്നിധ്യമായി ഇന്ന് ഈ വേദിയിലുള്ളത് ബഹുമാനപ്പെട്ട ആറ്റിങ്ങൽ MP അഡ്വക്കേറ്റ് അടൂർ പ്രകാശ്, ബഹുമാനപ്പെട്ട MLA വർക്കലയിൽ നിന്നുള്ള MLA ശ്രീ V. ജോയ്, ബഹുമാനപ്പെട്ട ആറ്റിങ്ങൽ MLA ശ്രീമതി OS അംബിക, ചിറയൻകീഴ് MLA ശ്രീ V. ശശി, ഇവരൊക്കെ സാന്നിധ്യമായി ഇന്ന് വേദിയിലുണ്ട്. കഴക്കൂട്ടം MLA ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, വാമനപുരം MLA ശ്രീ DK മുരളി എന്നിവരൊക്കെയും ഈ വേദിയിൽ നമ്മളോടൊപ്പം ചേരുന്നു. വട്ടിയൂർക്കാവിൻ്റെ ബഹുമാനപ്പെട്ട MLA ശ്രീ VK പ്രശാന്ത്, അരുവിക്കരയുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ G. സ്റ്റീഫൻ, പാറശാല MLA ശ്രീ CK ഹരീന്ദ്രൻ, കാട്ടാക്കടയുടെ MLA ശ്രീ IB സതീഷ്, നെയ്യാറ്റിൻകരയുടെ MLA ശ്രീ K. ആൻസലൻ, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി V. പ്രിയദർശിനി, അതുപോലെ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ശ്രീമതി അനുകുമാരി IAS, കോട്ടുകാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ഷീജ S, പോർട്ട് വാർഡിൻ്റെ കൗൺസിലർ ശ്രീ പനിയടിമ, വിഴിഞ്ഞം വാർഡിൻ്റെ കൗൺസിലർ ശ്രീ KH സുധീർ ഖാൻ, ഹാർബർ വാർഡിൻ്റെ കൗൺസിലർ ശ്രീമതി ഹഫ്സ സജീന, വെങ്ങാനൂർ കൗൺസിലർ ശ്രീമതി ലതിക കുമാരി, കേരള മാരിടൈം ബോർഡ് ചെയർമാൻ. തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് തുടക്കമാകുന്നത്. 10,000 കോടി ചിലവ് വരുന്ന നിർമ്മാണം 2028ഓടെ പൂർത്തിയാക്കാനാകും എന്നാണ് പ്രതീക്ഷ. ഇതോടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശേഷി 5 ഇരട്ടിയായി മാറും. ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കമാകുന്നതോടുകൂടി തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശേഷി 5 ഇരട്ടിയായി മാറുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഉദ്ഘാടന ചടങ്ങിൽ കൂടുതൽ നിക്ഷേപവും അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിച്ചേക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 5 ഇരട്ടിയിലധികം ഒരു ശേഷിയുള്ള ഒരു അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ്, സ്വിച്ച് കർമ്മമാണ് കുറച്ചു മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത്. അദ്ദേഹത്തോടൊപ്പം ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് മന്ത്രി സർബാനന്ദ സോനോവാൾ അടക്കമുള്ള നിരവധി പ്രമുഖർ, EN ഭാസ്കർ അടക്കമുള്ള മന്ത്രിമാരും അതുപോലെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നിരവധി പ്രമുഖർ സ്വിച്ച് കർമ്മം നിർവഹിച്ചതിന് ശേഷം
ഇപ്പോൾ സ്റ്റേജിലേക്ക് എത്തിയ ഒരു കാഴ്ച നമുക്ക് കാണാം. എന്തായാലും അല്പസമയത്തോടുകൂടി തന്നെ ഈ ദീപം തെളിയിച്ച് ഉദ്ഘാടനം കർമ്മം നിർവഹിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഏറ്റവും വലിയ ഒരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഉദ്ഘാടനമാണ്, രണ്ടാം ഘട്ട ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. ഇവിടെ ഇതിൽ തന്നെ ഈ ഒരു ഉദ്ഘാടനത്തോടു കൂടി തന്നെ തുടങ്ങി അദാനി ഗ്രൂപ്പ് കൂടുതൽ നിക്ഷേപം ഇവിടെ ഉണ്ടായേക്കാം എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ നമുക്ക് അറിയുന്നുണ്ട്. അതുപോലെ 1000 കോടി ചിലവ് വരുന്ന നിർമ്മാണം 2028 പൂർത്തിയാക്കാനാണ് പ്രതീക്ഷയെന്ന് കഴിഞ്ഞ ദിവസം തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ പറയുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ തന്നെ ഇതോടൊപ്പം തുറമുഖത്തിന്റെ ശേഷി 5 ഇരട്ടി ആയേക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 2, 3, 4 ഘട്ടങ്ങളാണ് ഇപ്പോൾ ഇവിടെ ആരംഭിക്കുന്നത്. മുൻപ് പറഞ്ഞത് 2045 ഇത് പൂർത്തിയാകുമെന്നാണ്. പക്ഷേ ഇപ്പോൾ 2028 കൂടി തന്നെ ഈ ഒരു അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ എല്ലാ പണികളും പൂർത്തിയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കൂറ്റൻ കപ്പലുകൾക്ക് നങ്കൂരമിടാനും അതുപോലെ ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി സംസാരിച്ചു. ശരി, ശ്രീനന്ദ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് നടക്കുന്നത്. SP ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.